ബർത്ത്ഡേ അവിടെ വെച്ച് ആഘോഷിച്ചത് വലിയൊരു സർപ്രൈസ് ആയിരുന്നു. എല്ലാരും കൂടെ എന്ത് രസമായിരുന്നു അമ്മേ. ആ പിന്നെ കിഷന്റെ വീട്ടിലൊരു ആന്റി ഉണ്ട്, അംബിക ആന്റി. പാവം അമ്മേ, അവര് ഞങ്ങളോടൊക്കെ വളരെ സ്നേഹത്തിലാ പെരുമാറിയത്. നമ്മൾ ആരും വിചാരിച്ചതുപോലെ അല്ലമ്മേ. കിഷന്റെ അച്ഛനും അമ്മയൊക്കെ നല്ല ആൾക്കാരാ. ഞങ്ങളോടൊക്കെ എന്ത് സ്നേഹമായിരുന്നെന്നറിയോ? ഓ, എത്ര നല്ലവരായാലും കള്ളന്റെ കുടുംബമല്ലേ. അവരുമായിട്ടൊന്നും അധികം അടുക്കാൻ പോവാതിരിക്കുന്നയാ നല്ലത്. അമ്മച്ചമ്മ അനാവശ്യം പറയല്ലേ. ആ അങ്കിളിപ്പോ അങ്ങനെയുള്ള ആളേ അല്ല. എല്ലാം മതിയാക്കി ഇപ്പൊ വളരെ മാന്യനായിട്ടാ അങ്കിള് ജീവിക്കുന്നെ. പിന്നെ കിഷന്റെ അമ്മയും പാവം അമ്മേ. മതി മതി, കൂടുതൽ വിശദീകരിക്കണ്ട. എങ്ങോട്ടാ പെണ്ണിന്റെ ചാട്ടം എന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ദേ, അങ്ങനെ വല്ല മോഹവും നിന്റെ മനസ്സിലുണ്ടെങ്കിൽ അത് മുളയിലെ നുള്ളി കളയുന്നതാ നിനക്ക് നല്ലത്. ഗഗന്റെയും ദേവൂട്ടിയുടെയും വിവാഹം കഴിഞ്ഞാൽ പിന്നെ നാട്ടില് നമ്മുടെ നിലയും വിലയും മാറും. പിന്നെ ഇത്തരക്കാരോടൊന്നും കൂടുതൽ അടുപ്പം കാണിക്കാൻ നിൽക്കരുത്. എന്നാലേ നല്ല കുടുംബത്തിൽ നിന്ന് നിനക്ക് ആലോചന വരൂ. അത് ഓർമ്മ വേണം. കൊണ്ടുപോകുമ്പോഴുള്ള അതേ മുഖമല്ലേ ഇത്? ഇനി കിഷൻ തന്നെയാവോ അത്? അന്ന് അവനെ എടുത്തുകൊണ്ടുപോയ ആൾക്ക് ആ നാഗപ്പയുടെ രൂപമായിരുന്നോ? ഇത് ഞാൻ കിഷനോട് പറഞ്ഞ എന്തായിരിക്കും അവന് തോന്നുക? ഇനി അവൻ തന്നെ അതെങ്കിൽ അവന്റെ വീട്ടിൽ സത്യം അറിയുമ്പോ എന്തായിരിക്കും അവസ്ഥ? ഒരുപക്ഷെ അഖിലയുടെ അവന്റെ സ്നേഹബന്ധത്തെ പോലും അത് ബാധിച്ചേക്കാം. ദേവി, എന്ത് വേണമെന്ന് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. എന്താ ദേവൂട്ടി, നീ എന്താ നോക്കുന്ന? ഓ, ഇതെന്തിനാ മോൾക്ക്? എന്താ മോളെ ആലോചിക്കുന്നത്? രഹസ്യോ? എന്ത് രഹസ്യം? അനിയനെ ആരോ കാറിൽ കൊണ്ടുപോയ കാര്യമല്ലേ? ഇതേ മുഖച്ചായോ? ദേവൂട്ടി, മോളെ, നീ എന്തായി പറയുന്ന? കിഷൻ നിന്റെ അനിയനാണെന്നോ?
അത് മോളുടെ വെറും തോന്നലാണെങ്കിലോ? കിഷനാണ് ആ കുഞ്ഞെന്ന് തെളിയിക്കാൻ നമ്മുടെ കയ്യിൽ തെളിവൊന്നുമില്ലല്ലോ. അതുകൊണ്ട് മോളിത് പുറത്ത് ആരോടും പറയരുത്. എന്നോട് പറഞ്ഞതിരിക്കട്ടെ. അത് മതി. നീ പറഞ്ഞതുപോലെ മൂകാംബിക ദേവിയോട് നീ മനസ്സിലുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ. ഇനി ആ കുഞ്ഞ് കിഷനാണെങ്കിൽ അത് ദേവി തന്നെ തെളിയിക്കും. അതെ, മോള് സമാധാനായിരിക്കും മോളെ. സത്യം നീ പറഞ്ഞതാണെങ്കിൽ അത് മൂകാംബിക അമ്മ തന്നെ ലോകത്തിന് മുന്നിൽ വെളിവാക്കും. മതി അംബികാമേ. അയ്യോ, മോനൊന്നും കഴിച്ചില്ലല്ലോ. ദേ കുറച്ചുകൂടെ കഴിക്ക്. ഞാനുണ്ടാക്കിയ കറികളൊന്നും ഇഷ്ടാവാഞ്ഞിട്ടാണോ? ആര് പറഞ്ഞു എനിക്ക് ഇഷ്ടായില്ലെന്ന്? അംബികാമ്മ ഉണ്ടാക്കിയ കറികൾക്കെല്ലാം നല്ല രുചിയുണ്ട്. എന്നാ കുറച്ചുകൂടെ കഴിക്ക്. അയ്യോ അമ്മേ, മതി മതി മതി. എന്തിനാ അവനെ നിർബന്ധിക്കുന്നത്? അവന് ആവശ്യമുള്ളത് കഴിച്ചോട്ടെ. ദേവൂട്ടിയുടെ കല്യാണം അടുത്തല്ലോ, നമുക്ക് പോണ്ടേ കിഷ? പിന്നെ പോണ്ടേ? താലികെട്ട് ക്ഷേത്രത്തിൽ വെച്ചാണെങ്കിലും ചടങ്ങുകളൊക്കെ ദൂരെ മാറി ഏതോ ഒരു ഓഡിറ്റോറിയത്തിലാ. അവിടെ വരെ പോകുന്ന കാര്യം ഇനി. അതിനമ്മ വിഷമിക്കണ്ട. അമ്മ വന്നില്ലെങ്കിലും സാരമില്ല, അംബികാമ്മ ഉണ്ടല്ലോ. ഞാനും അംബികാമ്മയും പോയിട്ട് വരാം. ആ പിന്നെ ഞങ്ങള് 2 ദിവസം മുന്നേ പോവും. 2 ദിവസം മുന്നെയോ? അതെന്തിനാ? 2 ദിവസം മുന്നേ ദേവി ചേച്ചിയുടെ മഞ്ഞൾ കല്യാണമൊക്കെ നടത്തുന്നുണ്ട്. ഞാൻ ആ ചടങ്ങിന് ഉറപ്പായിട്ടുണ്ടായിരിക്കണമെന്നാ ദേവി ചേച്ചിയുടെ കൽപ്പന. ചെന്നില്ലെങ്കിൽ പിന്നെ അത് മതി പിണങ്ങാൻ. ആ മോള് എന്നോടും പറഞ്ഞിരുന്നു ചെല്ലണമെന്ന്. അതിനെന്താ, നമുക്ക് 2 പേർ കൂടെ പോവാം അംബികാമ്മേ.